പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ എല്ലാവരും നമ്മുടെ നമ്മുടെ ഈ ദേവാലയം നമുക്ക് അനുഗ്രഹത്തിന്റെ വലിയ ഇടമാണ്. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിൽ നിന്ന് കുടുംബങ്ങളിലായിരിക്കുന്ന രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെങ്കിലും നമ്മുടെ പള്ളിയിൽ വരുവാനും നമ്മൾ ദൈവത്തോട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ സഹോദരർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, രോഗവും ക്ലേശങ്ങളും ജീവിതത്തിന്റെ ഭാഗമാണ്. ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ മുതിർന്ന സഹോദരന്മാരെ ദൈവം പ്രത്യേകം അനുഗ്രഹിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അവസരത്തില് ഈ സഹോദരങ്ങളെ ശുശ്രൂഷിക്കുന്ന, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കുടുംബാംഗങ്ങളെ, അയൽക്കാരെ, ഇടവകയിലുള്ള ഭക്ത സംഘടനയിൽപ്പെട്ട അംഗങ്ങളെ, മറ്റ് സ്നേഹിതരെ നമുക്ക് നന്ദിയോടുകൂടി ഓർമ്മിക്കാം. നമ്മുടെ ക്ലേശങ്ങളും നമ്മുടെ രോഗങ്ങളും നമ്മുടെ ദുഃഖങ്ങളും ഏറ്റെടുത്തതിനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. നമ്മുടെ എല്ലാ വേദനകളും പീഡനങ്ങളും ക്ലേശങ്ങളും രോഗങ്ങളും ഈ സഹോദരങ്ങളെയും അവരുടെ എല്ലാ അനുഭവങ്ങളെയും രോഗാവസ്ഥകളെയും ക്ലേശങ്ങളെയും യേശുക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് നമുക്ക് സമർപ്പിക്കാം. ദൈവം പ്രത്യേകമായി തന്റെ ആത്മാവിന്റെ ശക്തിയാൽ ഈ സഹോദരങ്ങളെ ആസ്വദിക്കുവാനും ഇവരുടെ ഹൃദയങ്ങളെയും ശരീരത്തെയും സ്പർശിക്കുവാനും ഇവർക്ക് ശാരീരികമായ സൗഖ്യം നൽകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ഈ സഹോദരർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ രോഗികളായ മുതിർന്ന സഹോദരന്മാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ജീവനും ജീവിതവും നൽകിയത് അതാണല്ലോ. അനുദിനം ഞങ്ങളെ കാത്ത് പരിപാലിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. രോഗത്തിന്റെ ക്ലേശങ്ങളാൽ കടന്നു പോകുന്ന ഈ സഹോദരർക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സമാശ്വാസം നൽകണമേ. നല്ല ദൈവമേ, അനേകം പേർ അങ്ങയെ സമീപിച്ചപ്പോൾ അവരെ സ്പർശിച്ച് അനുഗ്രഹിച്ച് അങ്ങ് സൗഖ്യം നൽകുന്നത് ഞങ്ങൾ ഓർമ്മിക്കുന്നു. പത്രോസിന്റെ അമ്മായിയമ്മയുടെ കൈ മാറ്റിയതും തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയതും അന്തർക്ക് കാഴ്ച നൽകിയതും കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തിയതും ഞങ്ങൾ ഓർമ്മിക്കുന്നു. മരണാസനരെ അങ്ങ് ജീവനിലേക്ക് കൊണ്ടുവന്നതും ഞങ്ങൾ ഓർമ്മിക്കുന്നു. നല്ലവനായ ദൈവമേ, ക്ലേശങ്ങളിലും രോഗങ്ങളിലും ആകുലതകളിലും വിഷമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരിൽ അങ്ങയുടെ സ്നേഹ സാന്നിധ്യവും സൗഖ്യദായകമായ സ്പർശനവും നൽകി അനുഗ്രഹിക്കണമേ. അവർ വേദനകൾ സഹിക്കുവാനും പ്രത്യാശയോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നേറുവാനും വേണ്ട കൃപയും ശക്തിയും നൽകണമേ. നല്ല ദൈവമേ, ഈ സഹോദരങ്ങളെ ശുശ്രൂഷിക്കുകയും ഇവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇടവകയിലെ മക്കളെ നന്ദിയോടുകൂടിയിരിക്കുന്നു. രോഗികളോടുള്ള സ്നേഹം ഇത് വലിയ പുണ്യമായി ഞങ്ങൾ കരുതുന്നു. നല്ല ദൈവമേ, രോഗികളുടെ അവർ കൂടെ ആയിരിക്കുവാനും കഴിയുന്നിടത്തുള്ള ആശ്വാസ അനുഭവങ്ങൾക്ക് ശക്തി നൽകണമേ. അമ്മയെ മാതാവേ, ഈ സഹോദരത്തെ മാതൃ
യേശുവേ പരിശുദ്ധാത്മാവിന്റെ മരിക്കുകയും ഇവരുടെ വാസിക്കുകയും ഇവർക്ക് സൗഖ്യദായകമായ ചെയ്യുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിനെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാൽ അനുഭവങ്ങളുടെ മഹിമയെ കുറിച്ച് കർത്താവിനോടുകൂടെ സർവ്വശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശ്വരത്തെ இப்பொழுது ஆயரால் மந்திரிக்கப்பட்ட ஜெபமாலையானது நோயாளிகளுக்கு கொடுக்கப்படும். நோயாளிகள் மட்டும் பெற்றுக் கொள்ளுமாறு உங்களை அன்போடு கேட்டுக் கொள்ளுகின்றேன்.